സഹൃദയരെ, കേരള സമാജം കലാവിഭാഗത്തിൻ്റെയും ടീം ആർട്സിൻ്റെയും സംയുക്ത സംരംഭമായ രണ്ടാം ജന്മം എന്ന നാടകം കാണുവാൻ ഇന്നേ ദിവസം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ നല്ല മനസ്സുകൾക്കും, നാടകം കാണുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം എത്തിയിട്ടുള്ള സകല നാടകപ്രേമികൾക്കും സഹൃദയർക്കും ഞങ്ങളുടെ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നാടകത്തിലേക്ക് കിടക്കട്ടെ. പലിശയുടെയും കൊള്ളപ്പലിശയുടെയും ഊരാക്കുടുക്കിൽപ്പെട്ട് ദുഃഖത്തിൻ്റെ നടുക്കടലിൽ മുങ്ങിപ്പോയ ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. അവരുടെ ദുരിതങ്ങളെ, സാമ്പത്തിക ബലഹീനതയെ സമർത്ഥമായി ചൂഷണം ചെയ്ത് തടിച്ചു കൊഴുക്കുന്ന ഷൈലോക്കുമാരും ധാരാളം. മനുഷ്യത്വത്തിൻ്റെ കണിക പോലുമില്ലാതെ പണമുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനായി ആർത്തി പിടിച്ചോടുന്ന അത്തരക്കാർ കണക്ക് പുസ്തകത്തിൽ ലാഭത്തിൻ്റെ അക്കങ്ങൾ എഴുതിക്കൂട്ടുമ്പോൾ തകർന്നു പോകുന്ന ജീവിതങ്ങളുടെ എണ്ണവും ദുരിതങ്ങളും അവർ മനസ്സിലാക്കുന്നില്ല. അക്കൂട്ടത്തിൽപ്പെട്ട സാമൂഹ്യദ്രോഹിയായ ഒരു ബ്ലേഡ് പലിശക്കാരന് സമൂഹത്തിലുള്ള സ്വീകാര്യത എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ആക്ഷേപഹാസ്യ രൂപേണ ഒരു അന്വേഷണം നടത്തുകയാണ് ഞങ്ങൾ ഈ നാടകത്തിലൂടെ. പ്രശസ്ത ബംഗാളി സാഹിത്യകാരൻ ദ്വിജേന്ദ്രലാൽ റോയ് 1911 എഴുതിയ പ്രഹസനത്തെ അടിസ്ഥാനപ്പെടുത്തി ശ്രീ സുലൈമാൻ കക്കോടിയുടെ രചനയിൽ ഒരു സ്വതന്ത്ര മലയാള നാടകാവിഷ്കാരം രണ്ടാം ജന്മം. ഹാസ്യത്തിൻ്റെ മേമ്പടിയോടെ അവതരിപ്പിക്കുന്ന ഈ നാടകം മദിരാശിയിലെ നാടകപ്രേമികൾക്കും ആസ്വാദകർക്കും ചിരിക്കാനും ചിന്തിക്കാനും വകയൊരുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പണത്തിനോടുള്ള ആസക്തി മനുഷ്യൻ്റെ നാഡീവ്യൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വിശേഷിപ്പിച്ചത് ഏത് മഹാനാണാവോ? എത്ര ശരിയാണത്! പണാസക്തി ഭ്രാന്തായി പരിണമിച്ച് രോഗാതുരരായവർ 1911 ഈ 2019 നമുക്ക് കാണാൻ കഴിയും എന്നത് തന്നെ ഇന്നും ഈ നാടകത്തിൻ്റെ കഥാതന്തുവിന് വളരെയേറെ പ്രസക്തിയുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾ അവതരിപ്പിക്കുന്നു സുലൈമാൻ കക്കോടിയുടെ രണ്ടാം ജന്മം. രംഗത്ത് കാര്യങ്ങൾ നടക്കൂലെന്ന് ഒരു പേടി. എന്തായാലും വേഷം കെട്ടി കളിയല്ലേ ഏട്ടാ. ഒന്ന് പിഴച്ച സംഗതി ആകെ വിനയാകും. നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ നീ ഒന്ന് ആലോചിച്ചു, എന്തിനു വേണ്ടിയാ ഇതൊക്കെ? നിന്റെ കെട്ടിയോ, അതായത് എന്റെ അളിയൻ മാധവേട്ടനെ ഒന്ന് നന്നാക്കി എടുക്കാൻ, അതിനല്ലേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇതുകൊണ്ടൊന്നും മാധവേട്ടൻ നന്നാവാൻ പോണില്ല, അതെനിക്ക് ഉറപ്പാ. അത്രക്കുണ്ട് കയ്യിലിരിപ്പ്. നീ ഇങ്ങനെ ചടപ്പിക്കാതിരിക്കണ്ട ദമയന്തി. മാധവേട്ടന് എനിക്കൊരു പുതിയ മനുഷ്യനാക്കണം. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ആ, ഏട്ടനിട്ട പ്ലാനല്ലേ, നടക്കട്ടെ. എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യാം. മതി, അത് ചെയ്താൽ മതി. എന്നാലും ഏട്ടാ, ഒരു എന്നാലും ജനങ്ങളുടെ മുഴുവൻ ശാപവും വെറുപ്പും തലയിലേറ്റിട്ടാ മനുഷ്യൻ നടക്കുന്നത്. അങ്ങേരുടെ ഭാര്യയായ നിനക്കും അതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാനാവില്ല. നീ എന്റെ ഒരേ ഒരു പെങ്ങളാ. നീ ഇങ്ങനെ വിലകെട്ട് ജീവിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. നാട്ടില് അത്യാവശ്യം കേസും തിരക്കൊക്കെ ഉള്ള ഒരു വക്കീലാ ഞാൻ, ആണല്ലോ. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ഒത്തുകളി നാടകം ഏർപ്പാടാക്കിയേ തന്നെ നിന്നെ ഒരാളെ ഓർക്കണ്ട. അതൊക്കെ എനിക്കറിയാട്ടാ. ഈ അടുത്ത കാലത്തായിട്ട് കണ്ടു തുടങ്ങിയതാ പണത്തിനോട് വല്ലാത്തൊരാർത്തി. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് ഒറ്റ വിചാരം. ഈ പലിശക്കാര് കൊണ്ടുകൊടുക്കുന്ന ഉറുപ്പികൾക്കിട്ട് അലമാറയിൽ വെക്കുമ്പോ അതിനോട് ചിരിക്കുകയും വർത്താനം പറയുകയും കൊഞ്ചോ. ഞാൻ
ഇതൊക്കെ ഒളിച്ചിരുന്ന് കണ്ടതാ ഏട്ടാ. പണപ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും, അല്ലാതെ എന്താ പറയാ. നിത്യവൃത്തിക്ക് ഗതികേടുന്ന പാവങ്ങൾക്ക് പണം കടം കൊടുത്ത് പലിശയും കൊള്ളപ്പലിശയും കൂട്ടുപലിശയും എല്ലാം ചേർന്ന് കണക്കുണ്ടാക്കി തിരിച്ചടവ് മുട്ടുമ്പോ അവരുടെ വീടും പുരയിടും ഒക്കെ ജപ്തി ചെയ്യിപ്പിച്ചുണ്ടാക്കുന്നതാ ഈ പണമൊക്കെ. മൂപ്പരുടെ കടം വീട്ടം ഗതിയിലഞ്ഞിട്ടില്ലേ ആ കിഴക്കേ മുറിയിലെ വേലായുധനും ഭാര്യ 3 പെൺമക്കളും കിണറ്റിൽ ചാടി ചത്തത്. അതൊക്കെ ഓർത്തിട്ടാ ഏട്ടാ ഏട്ടൻ പറഞ്ഞ കടം വീട്ട് ഞാൻ സമ്മതിച്ചത്. അങ്ങനെ എത്ര ആളുകളുടെ ശാപം. മാധവേട്ടന് കണി കണ്ടാന്ന് പച്ച വെള്ളം കിട്ടുമല്ലെന്ന് ആളുകൾ പറയുന്നത്. സംഗതി നേരെ അത്ര കണ്ട് വെറുത്തിട്ടുണ്ട്. അല്ല, ഇങ്ങനെ ആർത്തി പിടിച്ച പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അളിയ നല്ലൊരു ഷർട്ടോ കൊണ്ടുപോയിട്ട് നീ കണ്ടിട്ടു, ഞാൻ കണ്ടിട്ട്. എന്തിനാ ഏട്ടാ പറയുന്നത്? 10 പൈസ ധർമ്മക്കാർക്ക് കൂടി കൊടുക്കൂല. ദേ ഇത് കണ്ടോ, 3 കൊല്ലായി എനിക്കൊരു നല്ല സാരി വാങ്ങി തന്നിട്ട്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്, ഈ അർക്ക പിശുക്കനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എന്നാലും ഇങ്ങനെ കടുപ്പം കാണിച്ചിട്ട് വേണം. അല്പം കടന്ന കൈയാണെങ്കിലും ഇതാ അതിന്റെ ഒരു വഴി. കാര്യങ്ങളൊക്കെ ഒത്തുവന്നത് കണ്ടില്ല. ജാതകം, ജ്യോതിഷം, പ്രവചനം, വിശ്വാസം. എന്റെ പേടി അതാ, ഈ ജാതകവും ജ്യോതിഷമൊക്കെ കൂട്ടിത്തൊട്ട് ഒരാളെ പറ്റിക്കാൻ പാടുണ്ടോ? എല്ലാം പറ്റിക്കല് തന്നെയല്ലേ. ഇതൊരു നല്ല കാര്യത്തിനാണെന്ന് കൂട്ടിക്കോ. അതാലോചിച്ച് നീ സമാധാനപ്പെട്ടു. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ടത് മേലെ. ജാതകവശാൽ നമ്മുടെ മാധവേട്ടൻ ഇന്ന് ഉച്ചക്ക് 12 മണിക്കല്ലേ മരിക്കുമെന്ന് ജ്യോത്സ്യം പറഞ്ഞത്, അത് നമ്മുടെ ഭാഗ്യത്തിനാണെന്ന് കൂട്ടിക്കും. കൊല്ലവർഷം 1180 മകരം 13 ആയില്യം നാളിൽ നരകചതുർദശിക്ക് പകൽ 11 മണി വിനാഴിക കഴിയുമ്പോൾ ഒരു മാത്ര പിന്നിടുമ്പോൾ ഹൃദയം വിഘടിത ഫലം മൃത്യു എന്നല്ലേ. അതായത് ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് ഇനി 15 മിനിറ്റ് കൂടെയുള്ളൂ ആ ശുഭമുഹൂർത്തത്തിന്. ഏട്ടന് ആരൊക്കെയായിട്ടാ ചട്ടം കെട്ടിയത്? അവരെല്ലാം വിശ്വസിക്കാൻ പറ്റുമോ? പുറമേ നാരല്ല, നീയും ഞാനും പിന്നെ എന്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളും. അവരോടൊക്കെ ഞാൻ കാര്യം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നീ നിന്റെ ഭാഗം നന്നായി അഭിനയിച്ചോളണം. അതാ ആ കുളത്തിലുണ്ട്. കുളിയും ദേവാരൊന്നും കഴിഞ്ഞില്ല. കുളിയും ദേവാരൊന്നും അല്ല, വീട്ടിനകത്ത് വെച്ച് മരണമുണ്ടാവും എന്നല്ലേ ജാതകത്തില്. അതുകൊണ്ട് ഉച്ചക്ക് 12 മണി കഴിയുന്നവരെ കുളത്തിന്റെ നടുവിൽ കഴുത്തറ്റ മുങ്ങി കണ്ണു അടച്ചങ്ങനെ നിൽക്കാൻ പോയത്. കുളത്തിലായാലും ഒന്നും പേടിക്കണ്ടെന്നാ മൂപ്പരുടെ കണ്ടുപിടുത്തം. കൈ ഉയർത്തി പിടിച്ചിട്ടുണ്ടല്ലോ, പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കൊന്നല്ല, സമയം നോക്കാൻ കയ്യിൽ കെട്ടിയ വാച്ച് നനയാതിരിക്കാൻ കൈ പൊന്തിച്ച് പിടിച്ചത്. എനിക്ക് ഈ ജാതകത്തിൽ ജ്യോത്സ്യത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കുന്ന ഏർപ്പാടാ. പിന്നെ ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് ഉപകരിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ സന്തോഷം. മാധവേട്ടന്റെ ഇടപാടുകാരൊക്കെ ജാതകഫലം കൃത്യമായി നടക്കാൻ നേർച്ച നേർന്നിരിക്കുക. മരണത്തെ തോൽപ്പിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോഴേ ഇവിടെ കാണുന്ന കാഴ്ച കണ്ട് പുള്ളി ഒന്ന് ഞെട്ടും. അതുകൊണ്ട് നമുക്ക് നന്നായി ചിരിക്കാം. അയ്യോ, അവരൊക്കെ വരുന്നുണ്ട്. ഇത് പ്രീത പ്രസാദ്, ഇത് പ്രിയാനൂപ്, 2 പേരും എന്റെ കൊളീഗ്സാ. ഇതാണ് എന്റെ അനിയത്തി തമയ. നാടകം തുടങ്ങുന്ന സമയം എല്ലാം പറഞ്ഞതുപോലെ. ആദ്യത്തെ കെട്ടിൽ കമലാക്ഷിയുടെ മകൻ ദയാനന്ദനും അവരുടെ ബന്ധുക്കൾക്കൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവരോടും പറഞ്ഞു, അവന്റെ അമ്മാവനോടും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ വലിയ സന്തോഷത്തില്. ആ മകന്റെ പഠിപ്പിന് പോലും ഈ തന്ത നാളെ വരെ നയാ പൈസ ഇങ്ങനത്തെ ഒരു സ്വഭാവം കാണിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യേണ്ടി വന്നത്. ബിനു, ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. സാറ് തന്നെ ഏർപ്പാടാക്കുന്നല്ലോ വന്നേ. തേങ്ങ ഇതെല്ലാം. ഓ ശരിയാ ഞാൻ ദമയന്തി ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. കാര്യങ്ങളെല്ലാം അതാളൊക്കെ അവർ കൊണ്ടുവരും. 12:10 സമയം ഇനിയും വൈകാൻ പാടില്ല കേട്ടോ. രാമേന്ദ്രൻ, നീ എന്തായി നോക്കി നിൽക്കുന്നത്? കിഴക്കോട്ടാണോ വടക്കോട്ടാണോ ആലോചിക്കായിരുന്നു. എടാ, ചത്ത് കഴിഞ്ഞ പടിഞ്ഞാറോട്ടൊന്നുമല്ല, തെക്കോട്ടേക്ക് വെക്കുക. ഇതിനു മുമ്പ് ഞാൻ ചത്തിരുന്നെങ്കിലല്ലേ അതിന്. കണ്ണു കുടിച്ചിട്ടാ വന്നിരിക്കുന്നത്.
സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. രാമേന്ദ്ര വന്ന് കിടക്കണം. പിന്നെ എനിക്ക് ഷുഗറിന്റെ അസുഖമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അടിക്കടിക്ക് മൂത്രം ഒഴിക്കേണ്ടി വരുന്നേ. മൂത്രമൊക്കെ ഞാൻ ഒഴിച്ചോളാം. നീ കിടക്കുക. രാമേന്ദ്ര, ശവമായി കിടക്കുമ്പോഴേ ശ്വാസം വിടുമ്പോ വയറ് പൊങ്ങാനോ താഴാനോ പാടില്ല. ഉറുമ്പ് പോലെ കടിച്ചെങ്കിലോ പട്ടിയല്ലേ കഴിക്കാൻ പോണം. കിടക്കണം. ഇതൊരു നല്ല കാര്യത്തിനാണ്. നല്ല ശവമായി കിടന്നോളാം. അവിടെ കാലിന്റെ ഇവിടെ ശരിയായി. പിന്നെ എല്ലാവരും നന്നായി കരഞ്ഞോളൂ. എല്ലാവരും കരഞ്ഞോളാം. നീ എന്തിനാ കരയുന്നത്? എല്ലാവരും കരണോ പറഞ്ഞു. നീ ശവല്ലടാ. ഇനി നീ പൊക്കിയ തല പൊക്കി ഒറ്റ ചവിട്ടിന് നീ ശവം. അതെ, നിങ്ങൾ എല്ലാരും കരഞ്ഞോളൂ. ഇങ്ങനെ എത്ര ഒച്ചത്തിൽ വേണ്ട. കുറച്ചൊരു മയത്തിലേക്കാൻ മതി. ദമയന്തി, നിന്റെ ശബ്ദം കുറച്ച് ഒച്ചത്തിലായിക്കോട്ടെ. അയ്യോ എന്റെ മാധവേട്ടൻ പോയേ. എനിക്ക് ആരുമില്ല. മാധവനോടാ കാലന്റെ കളിയെ തോപ്പിച്ചു കൊടുത്തില്ലേ ഞാൻ. ജാതകവിധി വരെ മാറ്റി എഴുതിയിരിക്കുന്നു. സമയം 12:15. അതായത് മരണസമയം കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കും. പണം കൊണ്ട് പകിട കളിക്കുന്ന ഈ മാധവനെ ഒരു കാലനും തൊടുകയില്ല. ജാതകത്തിനും ജ്യോതിഷത്തിനും എഴുതി വെച്ചാൽ പോലും തൊടുകയില്ല. അതാ ഈ ഞാൻ അമ്പടാ. എന്താ ഇവിടെ എന്ത് സംഭവിച്ചത്? ആരാ മരിച്ചത്? പോയി, എല്ലാം പോയി. ഇനി ഞങ്ങൾക്ക് ആരാ പണം തന്ന് സഹായിക്കാൻ? ജാതകമലാണെങ്കിലും ഞങ്ങൾ ഇത് എങ്ങനെ സഹായിക്കും? ഇങ്ങനെ കൃത്യം നടക്കും ഞാനും വിചാരിച്ചോ? എല്ലാം പെട്ടെന്നായിരുന്നല്ലേ. എന്ത് നല്ല മനുഷ്യനായിരുന്നു. ഞാന് ഉള്ളിയുടെ വില കുറയ്ക്കാൻ വേണ്ടി തലസ്ഥാനത്തേക്ക് പോവായിരുന്നു. അന്നേരം ആ വിവരം അറിഞ്ഞത്. പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങോട്ടേക്ക് ഊടി വരുമായിരുന്നു. തകവല്ലയോ കിടക്കുന്നത്. ഹലോ, ആരാ മരിച്ചത്? ആദ്യത്തെ കെട്ടിലുള്ള മകന് വിവരം അറിയിച്ചിട്ടുണ്ട്. എത്തിയിട്ടില്ല. അധികം നേരം വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഹൃദയസമ്മരം മൂലം മരിച്ചതല്ലേ. ശവം എടുത്താലോ? വസായനത്തിലേക്ക് കൊണ്ടുപോകല്ലേ? അതിനാരാ മരിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. ഓഹോ, അപ്പൊ മരിച്ചറിഞ്ഞു വന്നതല്ല അല്ലേ? അല്ല. എന്നാ മരിച്ചു. ഈ വീട്ടുടമസ്ഥൻ മാധവൻ നായർ ഇന്ന് ഉച്ചയ്ക്ക് ഹൃദയം പൊട്ടി മരിച്ചു. അതാ കിടക്കുന്നത് കണ്ടില്ലേ? എന്തൊരു തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. എത്ര പാവങ്ങളെയാ വഴിയാധാരമാക്കിയിട്ട് പോയി കളഞ്ഞത്. ഇനി ഇതുപോലൊന്ന് നല്ല മനുഷ്യന് കടി കാണാൻ കിട്ടുമോ? ഏത് മാധവൻ നായർ മരിച്ച കാര്യമാണോ നിങ്ങളൊക്കെ പറയുന്നത്? ഈ വലിയ വീടും പറമ്പും വിട്ട് രണ്ടാമത് മംഗലം കഴിച്ച പരമസുന്ദരിയായ ഭാര്യ അനാഥാക്കിയിട്ട് ലക്ഷക്കണക്കിന് പൊന്നും പണമൊക്കെ വിട്ടെറിഞ്ഞു പോയില്ലേ? എടോ മണ്ട ശിരോമണികളെ, ഈ വീട്ടിലെ മാധവൻ നായർ മരിച്ചിട്ടില്ല. ഇനി അടുത്ത കാലത്തൊന്നും അയാൾ ചാവാനും പോകുന്നില്ല. ജാതക വിധി വരെ മാറ്റി എഴുതി ജീവനോടെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? അപ്പോഴാ ചേട്ടാ, ഒരു മരണ വീട്ടിൽ വന്നാണോ ഭ്രാന്ത് പറയുന്നത്? നിങ്ങൾക്ക് ഒരു കോമൺ സെൻസിക്കൽ വേണ്ടേ? അതില്ലാത്തത് നിങ്ങൾക്കാ. ഭ്രാന്ത് പറയുന്നത് നിങ്ങളാ. ഞാനാ ഈ വീട്ടിലെ മാധവൻ നായർ. എന്റെ വീട്ടിൽ വന്ന് ഞാൻ അറിയാതെ ഒരുത്ത മരിച്ചു കിടക്കുന്നത്. അത് ആരാണെന്ന് എനിക്ക് അറിയണം. അപ്പൊ അതാണ് കാര്യം. വേഷം മാറി വന്ന് ഒരു തട്ടിപ്പിനുള്ള ശ്രമം. മരണ വീട്ടിൽ ഇതൊക്കെ വേണോ സാറേ? വേഷം മാറി വന്നതല്ല, ഇതൊന്ന് മാറ്റണം. എങ്ങോട്ടാ? അകത്തേക്ക് പോകാനൊക്കെ വരട്ടെ. ആദ്യം കാറിന് എന്നിട്ട് മതി ബാക്കി. അല്ലെങ്കിൽ മരവിടാൻ നോക്കത്തില്ല, അടിച്ച് പെടലി പൊട്ടിക്കും. ശരിയാ ശരിയാ. അതെ, ഇന്നാളൊരു പത്രത്തിലുണ്ടായിരുന്നു, ഒരാള് പലരുടെയും വേഷം കെട്ടി ശബ്ദമൊക്കെ അനുകരിച്ച് തട്ടിപ്പിനാണ് കേട്ടിരുന്ന. ഒരു പക്ഷേ അത് തീർച്ച ഇയാൾ തന്നെ ആയിരിക്കും. കൃഷ്ണൻകുട്ടി, നീ എന്റെ അളിയ പീതാംബരക്കുറുപ്പിന്റെ അളിയൻ തന്നെ അല്ലടാ. നീ എന്തുദ്ദേശിട്ടാ? എന്നെ എനിക്ക് മനസ്സിലായില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആളെ കളിയാക്ക? ആളെ കളിയാക്ക? ആള് ഭയങ്കരം തന്നെ. കൊച്ചു കള്ള. മാധവേട്ടന്റെ ബന്ധുക്കളുടെ പേരും ബയോഡാറ്റയും ഒക്കെ വശത്താക്കിയിരിക്കുന്നു. എല്ലാം 100% പെർഫെക്റ്റ്
സത്യം. ആ അതെ 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 നിങ്ങളുടെ ഉദ്ദേശം ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് വേഗം സ്ഥലം വിടാൻ വേഗം വണ്ടി വിടാം. വിട്ടോ ഇതൊരു മരണ വീടാന്ന് ഓർക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാധവേട്ടന്റെ മരണത്തിൽ ദുഃഖിച്ചിരിക്കുമ്പോഴാ തന്റെ ഒരു എടോ മാധവേട്ടൻ മരിച്ചിട്ടില്ല, അതോർത്ത് നിങ്ങൾ ആരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മിസ്റ്റർ മാധവേട്ടൻ മരിച്ചു, അതാ കിടക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ ഞങ്ങൾ ഈ ശവം സംസ്കരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാ നമുക്ക് ആ കാര്യം നോക്കാം. ഇയാളെ വില കഞ്ചാവ് വില മാനസിക വില എന്റെ വീട്ടിൽ ഒന്ന് പോയേ, ഒന്ന് പോണോ? അല്ല പിന്നെ മാധവൻ നായരല്ലാത്ര ഞാൻ പിന്നെ ആരാടാ? പക്ഷേ മാധവേട്ടന്റെ വേഷം കെട്ടിയത് അസലായിട്ടുണ്ട്. ഇതെങ്ങനെ സാധിച്ചു? പക്ഷേ മൂക്കിന് നീളം അല്പം കുറവല്ലേ? പക്ഷെ അതുപോലെ തന്നെയുണ്ട്. പൗഡറും കരിപ്പട മിക്സ് ചെയ്ത് ഒപ്പിച്ചതായിരിക്കും. പക്ഷെ മീശ പിന്നെ വന്ന് പറഞ്ഞു നോക്കണം. കുറെ നേരം പറഞ്ഞോണ്ടിരിക്കുന്നത്. ഷോബൊക്കെ അഭിനയിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സിനിമയിലായിരുന്നെങ്കിൽ ഇങ്ങനെ അവാർഡ് ഉറപ്പാ. പിന്നെ ശബ്ദവും ഭംഗിയായി അനുകരിക്കുന്നു. ഇങ്ങനെ മിമിക്രി ഇവിടെ രണ്ട് കേട്ടവുമാര് ഒരാളുടെ വീട്ടിൽ വന്ന് അയാളുടെ ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുക. എന്താ നിങ്ങളുടെ ഉദ്ദേശം? കണ്ടോ ആൾമാറാട്ട ശ്രമം പിടിക്കപ്പെട്ടപ്പേ സഹതാപരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ആള് മോശമില്ല. നമ്മളേതായാലും തട്ടിപ്പിൽ വീണില്ല. ഇനിയിപ്പം മാധവേട്ടന്റെ ഇടപാടുകാരെ പറ്റിക്കാനുള്ള ശ്രമമായിരിക്കും അല്ലേ? എന്റെ മാഷെ, നിങ്ങളുടെ വേഷം കെട്ടലൊന്നും പൂർണ്ണമായി ഇവിടെ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഇടപാടുകാരും വീഴാൻ പോകുന്നില്ല. ഇനിയിപ്പൊ രാത്രിയിലാണെങ്കിൽ വല്ല പ്രേതമൊക്കെ ആണെന്നും പറഞ്ഞ് വല്ല പിള്ളേരെയൊക്കെ പറ്റിക്കായിരുന്നു. ഇതിപ്പം നമ്മുടെ മാധവേട്ടന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിന് മുമ്പായതുകൊണ്ട് അതിന് വഴിയില്ല. മാധവേട്ടന്റെ ഭൗതിക ശരീരം തന്നെയായി നിൽക്കുന്നത്. ഞാൻ ചത്തിട്ടില്ല, വേണമെങ്കിൽ ഒന്ന് തൊട്ടു. മാധവേട്ടന്റെ ഭാര്യ ഞാനിത് ഭാര്യ അഭിനയം നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. പണം മാത്രമല്ല പരേതന്റെ ഭാര്യയും ആള് കൊള്ളാം. സീരിയസ് ആയ കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമുക്ക് ഇയാളോട് സംസാരിച്ചിരിക്കാനൊന്നും നേരെ സമയമില്ല. നമുക്ക് ആദ്യം ശവം എടുക്കാം. ആദ്യം ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ട് മതി ശവെടുക്കല്. കുട്ടി, നമുക്ക് ഇയാളുടെ കാര്യം പിന്നെ പരിഹരിക്കാം. ഇയാൾ ഇവിടെ നിൽക്കട്ടെ, ആദ്യം ശവം എടുക്കാം. എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കടം വാങ്ങിച്ച പാർട്ടിയാ. അത് തിരിച്ചു കൊടുക്കണ്ടെന്നുള്ള സന്തോഷത്തില ഊതി അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. നിനക്ക് എന്നെ മനസ്സിലായില്ല? അനുജനോ ചേട്ടനോ ആണോ എന്നായിരിക്കും സംശയം. പക്ഷെ ആരുമല്ല, മാധവേട്ടന്റെ വേഷം കെട്ടി വന്ന ഒരു തട്ടിപ്പുകാരൻ. പക്ഷെ സംഗതി ഇവിടെ ഒത്തില്ല. പറഞ്ഞപോലെ കാണ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ മാധവേട്ടനും മീശയ്ക്ക് കണ്ണിനും ഇത്ര ചോപ്പില്ല. കണ്ണിന് ചോരയിലെത്താനായിരുന്നു. എടാ, കാലത്തന്നെ നിന്നെ കള്ളുടിച്ച് വന്നോണ്ടല്ല, നട്ടുച്ചയ്ക്ക് ഞാൻ കുളത്തിൽ പോയി കിടന്നതാ, അറിയോ? നട്ടുച്ചയ്ക്ക് കുളത്തിൽ പോയി കിടന്നത്. എടാ, എന്നാലും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ പലിശ കൂട്ടുപലിശ അടക്കം ഒരു ഉറുപ്പ്യ കുറയ്ക്കാതെ ഞാൻ വാങ്ങിക്കും. അതെ, അപ്പൊ ഉദ്ദേശം അത് തന്നെയാ. മാധവേട്ടന്റെ ഇടപാടുകാരെ പറ്റിച്ച് പണം തട്ടുക. അയ്യോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റ്. എന്റെ മാധവൻകുട്ടി, നീ കിടന്ന് തിരുവാതിര കളിക്കാതെ രാമൻകുട്ടി, ഇത് മാധവൻകുട്ടി, മനസ്സിലായ? ആ തെണ്ടി ചത്തോന്ന് കേട്ട് സന്തോഷിച്ചു വന്നതാ. അപ്പോഴേ കുറിച്ച് പോലീസിൽ ഏൽപ്പിച്ചേക്കണം. എന്നാ വിളിച്ചോളാം പോലീസില. കുറെ നേരം കിടന്നിങ്ങനെ ആടുന്നത്. ഹലോ പറഞ്ഞാലേ, പോലീസ് വന്നാ ഇതൊരു മരണ വീടാണെന്നൊന്നും നോക്കില്ല. ആകെ കുളം. അതുകൊണ്ടാണ് ശവം എടുത്തതിന് ശേഷം വിളിക്കാതെ.
അളിയന്റെ ശബ്ദമല്ലേ ഇത്? പീതാംബരം കുറിപ്പ് വന്ന ഇവന്മാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അറ്റാക്കായിരുന്നല്ലോ, ആശുപത്രി കൊണ്ടുപോയില്ല, ഡോക്ടർ വന്നു, മരിച്ചു എന്ന് സർട്ടിഫിക്കറ്റും തന്നു പോയി. ആള് കൊള്ളാമല്ലോ. ഇവൻ എന്റെ അളിയൻ പീതാംബരം കുറിപ്പ് തന്നെ അല്ലേ? അതെ അതെ, അവൻ തന്നെ. കൃഷ്ണൻകുട്ടിക്ക് ഏതായാലും എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇനി ഇവന്റെ കാര്യം അത് തന്നെയാണോ? വരുമ്പോഴേ കണ്ട ഭാവം നടിക്കാണ്ട് പയ്യ കരണമരുന്ന് കറിയണുണ്ട്. ഇതെന്താ വല്ല തട്ടിപ്പോകാൻ പറ്റാണോ? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. നമുക്ക് എടുത്താലോ? സമയമില്ലേ? ഇനി ആരും വരാനില്ലേ? ആ ആദ്യത്തെ കെട്ടിൽ കമലാക്ഷിയുടെ മകൻ ദയാനന്ദന് വിവരം അറിയിച്ചല്ലേ? ഹേ, അവനൊന്നും വരുന്ന തോന്നുന്നില്ല. അളിയെ ചത്തു കിടക്കുമ്പോ പറയാൻ പാടില്ലാത്തത് എന്നാലും പറയുക, ആ കുട്ടിയുടെ കളിയും വലിയ ദ്രോഹമാണ് ചെയ്തതെന്ന്. ഇനി ആരും വരും തോന്നുന്നില്ല. നിങ്ങൾ ശവടുത്തു. അതെ 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 അതെ, എടുക്കാൻ വരട്ടെ. അല്ല, ശവം എടുക്കാൻ വരട്ടെ. എനിക്ക് കൂടെ മനസ്സിലാക്കി തന്നിട്ട് മതി ശവം എടുപ്പൊക്കെ. മാധവേട്ടന്റെ വേഷം കെട്ടി വന്നിരിക്കുന്ന ഒരു തട്ടിപ്പുകാരൻ. ആഹാ, ഈ പട്ടാപ്പകലോ? നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാൻ അളിയം വന്നിട്ടാ വന്നു. അയ്യോ അയ്യോ, ഇത് വേഷം കിട്ടുന്നല്ല. നിന്റെ പെങ്ങളാ നീ കല്യാണം കഴിച്ചത് ആർക്കാ? ഈ വിവരദോഷ നായകർക്കല്ലേ? എന്നോട് കളിക്കല്ലേ, ഞാനൊരു ക്രിമിനൽ വക്കീല. അകത്താക്കി കളയും. IPC സെക്ഷൻ 413 2 വർഷം തടവ്. ആൾമാറാട്ട കേസിന് IPC 403 2 വർഷം. അത് വേറെ. ഒത്ത മാധവേട്ടന്റെ ഭാര്യ, അതായത് സാറിന്റെ പെങ്ങളെ തട്ടിയെടുക്കാനേ പുള്ളി ശ്രമിച്ചേ. സെക്ഷൻ 366. അത് മാത്രല്ല സാറേ, ചതിയും വഞ്ചനയും നടത്തി. സെക്ഷൻ 441. വീട് കയറി. സെക്ഷൻ 472. പറയുന്നതിന്റെ സ്വത്ത് തട്ടിയെടുക്കാനാണ് കക്ഷിയുടെ ശ്രമം. സെക്ഷൻ 403 405 2 മുതൽ 7 വർഷം വരെ കഠിന തടവ്. എല്ലാം കൂടെ ചേർത്ത് ഒരു ജീവപര്യന്തം ഉറപ്പായില്ലേ സാറേ? അതുകൊണ്ട് മാഷെ വേഗം സ്ഥലം വിട്ടു. അല്ലേ, പോലീസ് ഇപ്പൊ ഇനി എത്തും. അളിയൻ ഒരു കാര്യം ചെയ്യും, ഇയാളുടെ കാര്യം അളിയൻ പരിഹരിക്കും. ഞങ്ങൾ ഈ ശവം അടക്കിട്ട് വരാം. ഞാൻ ഇയാളെ സംസ്കരിച്ചിട്ട് ഈ സംസ്കാരത്തിൽ പങ്കെടുക്കാം. നിങ്ങൾ എടുക്കാം. ശരി ശരി. നോട്ടുകെട്ട് തലയ്ക്ക് വച്ച് അന്തി ഉറങ്ങിയ തന്തയൊരുത്തൻ കണ്ടില്ലേ? എല്ലാരും പോയി. ഇനി എന്താ ഉദ്ദേശം? അളിയാ, ഇങ്ങനെ കളിപ്പിക്കുകയാണോ? ഞാൻ മാധവരാതെ നിനക്ക് അറിഞ്ഞൂടെ? ആ കൊണ്ടുപോയി എന്റെ ശവം അല്ലാതെ എനിക്കറിയാം. പിന്നെ എന്തിനാണ് ഈ പൊറാട്ട് കളി? ഒന്ന് പറ. അളിയൻ മാധവൻ നായർ ഇന്നുച്ചയ്ക്ക് ജാതകത്തിൽ പറഞ്ഞ പ്രകാരം 12 മണിക്ക് ഹൃദയം പൊട്ടി മരിച്ചു എന്നാണ് എനിക്ക് കിട്ടിയ ഫോൺ സന്ദേശം. ജാതകം ഒരിക്കലും തെറ്റുകയില്ലല്ലോ. ഞാൻ ജാതകത്തിൽ വിശ്വസിക്കുന്നു. അതുമല്ല, മരിച്ചു കിടന്ന എന്റെ ശവവും ഞാൻ കണ്ടു. ശവം സംസ്കരിക്കാൻ കൊണ്ടുപോയതും ഞാൻ കണ്ടു. ഞാൻ ശവത്തിലും വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതലായി നിങ്ങളാണ് മാധവൻ നായർ എന്ന് ഞാൻ എന്തിനു വിശ്വസിക്കണം? ഒരു വിശ്വാസിക്കും അതിന് കഴിയില്ല. കോടതിയിൽ വാദിക്കണ മാതിരി സംഗതി വളച്ചൊടിച്ച് തലയെ ഭാവില്ലാതാക്കാൻ നീ പണ്ടേ എടുക്കണം. അതെനിക്കറിയാം. എനിക്ക് ഒന്നേ അറിയുള്ളൂ, മാധവൻ എന്ന ഞാൻ മരിച്ചിട്ടില്ല. ആ കൊണ്ടുപോയത് എന്റെ ശവമല്ല. അപ്പൊ പിന്നെ മരിച്ചത് ആര്, എന്തിന്? അതാ എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ജാതകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ മാധവൻ ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് മരിക്കുമെന്ന്. അത് തെറ്റാണെന്ന് പറയാൻ
ആരെങ്കിലും ധൈര്യപ്പെടുമോ? ആരും ധൈര്യപ്പെടില്ലല്ലോ. മാത്രല്ല എവിഡൻസ് ആയി ഞാൻ ജാതകം എടുത്തിട്ട് വരാം. ജാതകത്തിൽ എഴുതി വെച്ചത് കൊണ്ട് ഞാൻ മരിച്ചേ പറ്റൂ. സംഗതികളെ കിടപ്പും അങ്ങനെയായി. ഈ ജാതകത്തിലും ജ്യോതിഷത്തിലൊക്കെ എഴുതി വെക്കുന്നത് തെറ്റാണെന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത ഈ നാട്ടില് എന്റെ കാര്യം പോക്കാണ്. അയ്യോ, ഇത് വളരെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വായിക്കാം. കൊല്ലവർഷം 1180 മകരം 13 ആയില്യം നാളിൽ നരക ചതുർദശിക്ക് പകൽ 11 വിനാഴിക കഴിഞ്ഞ് ഒരു മാത്ര പിന്നിടുമ്പോൾ ഹൃദയം വിഘടിത ഫലം മൃത്യു. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മരിച്ചേ ഒക്കൂ എന്ന് മലയാളം. ഇങ്ങനെ ക്ലിയർ എവിഡൻസ് ഉള്ളപ്പോ ആരാ മരിക്കാതിരിക്കുക? ഈ ഞാനാണെങ്കിൽ പോലും മരിച്ചിരിക്കും. ഇപ്പൊ നിങ്ങളൊരു തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ടല്ലോ. പക്ഷെ അളിയ, ഞാൻ ജീവനോടുകൂടി ഇരിപ്പുണ്ടല്ലോ, അത് പോരെ? നിങ്ങൾ അങ്ങനെ പറയുന്നു എന്നുള്ളതൊരു തെളിവല്ല. നിയമത്തിന് തെളിവുകളാണ് വേണ്ടത്, രേഖാമൂലമുള്ള തെളിവ്. നിങ്ങൾ മാധവൻ നായരാണ് എന്നുള്ളതിന് രേഖാമൂലമുള്ള തെളിവില്ല. അതുമല്ല, ജാതകം പോലെ തന്നെ വിശ്വാസയോഗ്യമായ മറ്റൊന്നാണ് മരണ സർട്ടിഫിക്കറ്റ്. മാധവൻ നായരുടെ ജഡം പരിശോധിച്ച ഡോക്ടർ മരിച്ചു പോയതായി തന്ന സർട്ടിഫൈ ചെയ്തതായി ഇതും ഞാൻ വായിക്കാം. I certify that Mr. Madhavan Nair is expired due to cardiac arrest. The body is declared as dead as doornail. ഇപ്പൊ നിങ്ങളുടെ കേസ് തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. ഒരാളുടെ മരണം ജാതകവും മറ്റുള്ള മരണ സർട്ടിഫിക്കറ്റൊക്കെ ഒത്തുവന്നാൽ പിന്നെ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അയാളുടെ കേസ് തോറ്റുപോകും. പോലീസ് വരും മുമ്പേ രക്ഷപ്പെട്ട കൃഷ്ണ ഗുരുവായൂരപ്പ, നീ എന്നെ കൈവെടിഞ്ഞോ? ഞാനൊരു വക്കീലായത് കൊണ്ടാണ് ഇത്രയും നേരം തന്മയത്വത്തിൽ നിങ്ങളോട് സംസാരിച്ചത്. സത്യത്തിൽ ഇത്രയും നേരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫീസ് ഇല്ലാതെ വാദിക്കുകയായിരുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ മാധവൻ നായർ ആണെങ്കിൽ കൂടി നിങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പൊ യാതൊരു കാരണവശാലും ഞാൻ ജീവിച്ചിരിപ്പില്ല അല്ലേ? ഞാനിങ്ങനെ മുഴുവനോടെ നിപ്പുണ്ടല്ലോ അളിയ. ഒരുപക്ഷെ നിങ്ങൾ മാധവേട്ടന്റെ അച്ഛന്റെ മറ്റൊരു മകനായിരിക്കും. ഉപസാദൃശ്യം വെച്ച് അങ്ങനെയും ആവാമല്ലോ. പക്ഷെ മാധവേട്ടന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ അതിനും വകയില്ല. അതെ, ഞാനിനി പോയില്ലേ? പോലീസ് വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ മാധവേട്ടന്റെ ഇടപാടുകാരൻ. ഇവരാരും മാധവേട്ടൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അംഗീകരിക്കില്ല. നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ഉണ്ട് എന്ന് മറ്റുള്ളവർ അംഗീകരിക്കണം. അവിടെയാ കാര്യം. അതെ, ഞങ്ങളൊക്കെ മാധവേട്ടന്റെ കസ്റ്റമേഴ്സ് ആണ്. ഞങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയാ, മാധവേട്ടൻ മരിച്ചുപോയി, മാധവേട്ടൻ ചത്തുപോയി. അതെ, ഇനി ആർക്കും മാധവേട്ടനാവാൻ പറ്റില്ല. അപ്പൊ ഞാൻ മാധവൻ നായർ അല്ലേ? അല്ല. എടാ, എന്നാലും എനിക്ക് കിട്ടാനുള്ള പൈസ കേസ് കൊടുത്തായാലും വാങ്ങിക്കും, നോക്കിക്കോ. നിങ്ങളുടെ കേസ് ചെലവ് സഹിതം കോടതി തള്ളും. കാരണം ഇവർ മാധവൻ നായരോടാണ് കടം വാങ്ങിച്ചത്. മാധവൻ നായർ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കുറേശ്ശെയായി നിങ്ങളും വിശ്വസിക്കുന്നില്ലേ മാധവൻ മരിച്ചുപോയെന്ന്? ഇല്ലേ? വിശ്വസിച്ചേ പറ്റൂ. ജാതകം, ജ്യോതിഷം, പ്രവചനം, വിശ്വാസം, ഡോക്ടർ സർട്ടിഫിക്കറ്റ്, ആളുകളുടെ മൊഴി എല്ലാം ഒത്തുചേരുമ്പോൾ മാധവൻ മരിച്ചു, മാധവൻ മരിച്ചു, മാധവൻ മരിച്ചു. ജാതകത്തില് ഞാൻ മരിക്കുന്ന എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വന്നിട്ട് ഞാൻ മരിച്ചു പോയത് സാക്ഷ്യപ്പെടും. എന്റെ ശവം എന്റെ കൺമുമ്പിലൂടെ ആളുകൾ എടുത്തുകൊണ്ട് പോയി. ഇനിയിപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നത് പറയുന്നത് തന്നെ
അബദ്ധമാണ് അല്ലേ? പ്രശസ്ത ബാങ്കറും പൗരപ്രമാണിയുമായ മാളികപ്പുറത്ത് മാധവൻ നായർ 65 വയസ്സ് ഇന്നുച്ചയ്ക്ക് സ്വവസതിയിൽ വെച്ച് ഹൃദ്രോഗം മൂലം മരണപ്പെട്ടു. ഫോട്ടോ ഉണ്ട്. പത്രത്തിലും വന്നു. പത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അതാണ് അവസാന വാക്ക്. പത്രത്തിൽ എന്ത് അച്ചടിച്ച് വന്നാലും അതൊക്കെ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. നിങ്ങളൊക്കെ പോയിട്ട് വരും. അളിയന്റെ ബിസിനസ് ഇടപാടുകളൊക്കെ ഇനി മുതൽ ഞാനാണ് നോക്കുന്നത്. ആളിയൻ നിങ്ങളോട് വാങ്ങിച്ച കള്ളപ്പലിശ, കൊള്ളപ്പലിശ, എല്ലാ പലിശയും ഞാൻ ഒഴിവാക്കി. കേസ് കൂടി നിങ്ങളെടുത്ത് വീടും പറമ്പൊക്കെ വാങ്ങിച്ചില്ല, അതും ഞാൻ തിരിച്ചത്. എന്റെ ആളിയന്റെ ആത്മാവിന് പരലോകത്തെങ്കിലും ശാന്തി കിട്ടണേ. അപ്പൊ പലിശ വേണ്ടേ? ഒന്നും വേണ്ട, കുറെ സമ്പാദിച്ചതല്ല. ഇനി കുറച്ച് ധർമ്മസ്ഥാപനങ്ങൾക്ക് കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ അളിയൻ വയറ് നിറച്ച് ഉണ്ണാതെ ഉടുക്കാതെ ഉണ്ടാക്കിയതാണേ. അതേടാ, കേട്ടിട്ട് മോഹാലസ്യം വരുന്നു. ആത്മാവ്, പരലോകം. ഇനിയിപ്പോ അളിയ പറഞ്ഞ മാതിരി എനിക്ക് സംശയം തോന്നുന്നു. യഥാർത്ഥത്തിൽ ഞാൻ മരിച്ചു പോയോ? നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ടല്ലേ? ഇനിയിപ്പോ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ പ്രിയ? ഇറങ്ങാവുന്ന ശരി അമ്മ, ഞങ്ങൾ ഇറങ്ങട്ടെ. ആള് വരുന്നുണ്ടാ, ഞങ്ങൾ ഇറങ്ങണേ. ശരി അതാ. ശരി, ആരോ വരുന്നുണ്ട്. ദമയന്തി അവിടെ ഇരുന്നു നാടകം തുടരട്ടെ. ദമയന്തി, ഓൾ ദി ബെസ്റ്റ്. അയ്യോ, എന്നാലും എന്നെ വിട്ടിട്ട് പോയല്ലോ എന്റെ മാധവേട്ടാ. ഇനി പണത്തിന്റെ സ്വത്തിന്റെ ഒക്കെ ഇടപാട് ആര് നോക്കി നടത്തും? ഇത്ര ചെറുപ്പത്തിലേ അങ്ങേരെ അങ്ങ് കൊണ്ടുപോകാൻ ഞാൻ എന്ത് പാവാ ചെയ്തത് എന്റെ കൃഷ്ണ. എന്നെ കണക്ക് കൂട്ടാനോ നോട്ടുകൾ എണ്ണാനോ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇനി ഞാൻ എന്താ ചെയ്യണ്ട എന്റെ ഈശ്വര? എനിക്ക് എന്തെല്ലാം വാങ്ങിത്തരാന്ന് പറഞ്ഞ ആളാ. പട്ടുസാരി, സ്വർണവള, കരിമണിമാല, നെക്ലസ്. അയ്യോ, എല്ലാം പോയില്ലേ. എനിക്കിനി ആരാ ഇതൊക്കെ വാങ്ങിച്ചു തരും എന്റെ ദൈവമേ? എത്ര എത്ര പാവങ്ങൾക്ക് ഉപകാരം ചെയ്ത ആളാ. എന്നിട്ടോ ചത്ത പോരത്തിൽ തിരിഞ്ഞു നോക്കിയാ ചാവാൻ വേണ്ടി കാത്തിരുന്ന പോലെയൊക്കെ അവർ സംസാരിക്കുന്നത്. നന്ദി കെട്ട ദുഷ്ടന്മാര്. അതൊക്കെ പോട്ടെ, അടുത്ത വീട്ടിലുള്ള പെണ്ണുങ്ങള് പറയാം, ദമയന്തി നിനക്കിനി നല്ല കാലാണ്, നീ ഇനി സന്തോഷിക്കുക വേണ്ടെന്ന്. അവർക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ പ്രാണനല്ലേ, എന്റെ പ്രാണൻ. അയ്യോ, പെരും ദുഷ്ടത്തികൾ ഒക്കത്തിന് ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു. എന്നാലും എന്റെ പെമ്പ്രന്നോത്തിക്ക് എന്നോട് സ്നേഹമുണ്ടല്ലോ, അത് മതി. ഞാൻ മരിച്ചിട്ടില്ലാതെ അറിയുമ്പോ അവൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് കണ്ടുകളയാം. ദമയന്തി, മാധവേട്ടൻ വന്നു. ദമു, മാധവേട്ടൻ മരിച്ചിട്ടില്ല. ദമു, ഒന്ന് നോക്കിയേ. ദമു, ദമു. ഇതായിരുന്നു പരിപാടിയില്ലേ? ഇതിനവിടെ ചുറ്റിപ്പറ്റി നടന്നേ. നാണുണ്ടോ ഒരു സ്ത്രീയുടെ കൈ കയറി പിടിക്കുക, അതും അവളുടെ ഭർത്താവ് മരിച്ചെന്ന് തന്നെ. അളിയ, ചെറ്റത്തരത്തിന് ഒരു ഡീസൻസി ഒക്കെ വേണം, ഒരു അതിലൊക്കെ വേണം. നിന്റെ പെങ്ങളെ എനിക്കല്ല നീ കെട്ടിച്ചു വന്നത്. ആഹാ, ഇനി അതും കൂടെ ബാക്കി. ദമയന്തി, നീ ഇങ്ങോട്ട് വാ. നീ ഇയാളൊന്ന് മുഴുക്കെ നോക്കിയേ.
ഇയാള് പറയുന്നു ഇയാള് നമ്മുടെ മാധവേട്ടനാണ്. ആണോ? നോക്കി പറ. അയ്യേ, ഇയാളോ? ഇയാൾ ഏതോ ചെകുത്താൻ. എന്റെ മാധവേട്ടൻ മരിച്ചു പോയില്ലേ? അതെ, തന്റെ അവസാന വള്ളി പിടിവിട്ടിരിക്കും. ഇവളിങ്ങനെ ചതിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വഞ്ചകി. കണ്ണിക്കണ്ട പറയരുത്. അവള് ഇനിയൊരുത്തിന്റെ ഭാര്യയാകുമ്പോന്ന പെൺകുട്ടിയാ. ഇനിയൊരുത്തിന്റെ ഭാര്യയാകുമ്പോന്ന പെൺകുട്ടി. ഇതെന്റെ അളിയൻ കൃഷ്ണൻകുട്ടി നായർ, എന്റെ ഭാര്യയുടെ ആംഗ്ലയാ. ഇയാളുടെ ഭാര്യ കുറച്ചു നാൾ മുമ്പ് മരണപ്പെട്ടു. ഇപ്പൊ ഇവളുടെ ഭർത്താവും മരിച്ചു. രണ്ടുപേരും തുല്യ ദുഃഖിതർ. ജാതകത്തിലെ ദുഃഖപ്പൊരുത്തം നോക്കി ഞങ്ങൾ അതങ്ങോട്ട് തീരുമാനിച്ചു. കല്യാണം. നാളെ അവരുടെ കല്യാണം. ഒരേ ദിവസം. എന്താണ് അതിലെന്താ? ഇപ്പൊ ന്യൂജൻ കാലല്ലേ, എല്ലാറ്റിനും ഒരു പുതുമ വേണ്ടേ? എന്റെ ഭാര്യ എന്റെ മുമ്പിൽ വെച്ച് വേറെ ഒരാളെ കല്യാണം കഴിക്കാം, എന്നിട്ട് അവര് കൊണ്ട് രണ്ടുപേരും പോവാ. ഇത് ഞാൻ കണ്ടോണ്ടിരിക്കുക. ഇത് നല്ല ന്യൂജൻ തമാശ. ഞാൻ സമ്മതിക്കില്ല. ദമയന്തി എന്ത് പറയുന്നു? എന്റെ മാധവേട്ടൻ ഇപ്പോ ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് യുവതിയും സുന്ദരിയുമായ എനിക്ക് ഒരാൺതുണ വേണം അല്ലേ? എനിക്ക് കൃഷ്ണൻകുട്ടിയുടെ ഇഷ്ടം, ഞാൻ കൂടെ വരാം. 3 മണിക്കൂർ മുമ്പ് ഞാൻ മരിച്ചത്. ഇപ്പൊ എന്റെ ഭാര്യയും എന്റെ ഭാര്യ എന്നുള്ള ഇയാളുടെ പ്രസ്താവന ശരിയല്ല. ദമയന്തി എന്റെ ഭാര്യയാവാൻ പോകുന്നു. കുട്ടി, കൃഷ്ണൻകുട്ടി, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരടാ. ദമയന്തി, നീ അകത്തേക്ക് പോയിക്കോ, ഞാൻ വിളിക്കാം. ഇന്നത്തെ കൊണ്ട് ഇയാളുടെ പ്രശ്നം അവസാനിക്കാൻ പോവാ. പോലീസ് എത്തി. ആരാണ് ആൾമാറാട്ടക്കാരൻ? ഇയാളാണ് സാർ. ഈ വീട്ടിലെ മാധവൻ നായർ ഇന്ന് ഉച്ചക്ക് മരണപ്പെട്ടു. ആ തക്കം നോക്കി ചില ഗൂഢ ഉദ്ദേശങ്ങളുമായി മാധവേട്ടന്റെ വേഷമിട്ട് വന്നിരിക്കുക ഇയാൾ. പ്രത്യക്ഷത്തിൽ മാധവേട്ടന്റെ രൂപസാദൃശ്യമുണ്ട്. അത് വെച്ചാ ഒരു കളി. മോനെ ഇങ്ങോട്ട് മാറി നിൽക്കടാ, മുന്നോട്ട് മാറി നിൽക്കട, ഇങ്ങോട്ട് മാറി നിൽക്കണം. അതല്ലേ അതിന്റെ ഒരു സ്റ്റൈൽ. പിന്നെ മാധവേട്ടന്റെ വിധവയായ ഭാര്യയെയും കൈക്കലാക്കാൻ ഇയാളൊരു ശ്രമം. ഞാനുള്ളപ്പോഴാ നടക്കില്ല മോനെ. മൈ നെയിം ഈസ് മാധവൻ നായർ എന്ന് പറഞ്ഞത് ആരാണ്? സാറേ, ഒരു ക്ലൂ തരോ? 317 കൊടുക്കണോ അവനൊരു ക്ലൂ? ഇനി ഞാൻ പറയുന്നത് മണിപ്രവാളം പോലെ ഉത്തരം പറയണം. നീ ഞാൻ മാധവൻ നായരാണെന്ന് പറഞ്ഞു. സാറ് മാധവൻ നായരാണെന്ന് ഞാൻ എന്തിനാ സാർ പറയണു? അതല്ല, ഞാൻ മാധവൻ അല്ല, താൻ ഞാൻ സാറല്ല അല്ല, താൻ 317 കൊടുക്കണോ ഒരു ക്ലൂ? പറഞ്ഞ അല്ല, ഞാൻ പറഞ്ഞു സാർ. പറഞ്ഞു സാർ. എന്താണോ തെളിവ്? അല്ല സാർ, ഞാൻ തന്നെയാണ് മാധവൻ നായർ സാർ. ഞാൻ തന്നെ മാധവൻ നായർ. തെളിവെന്താണ്? തെളിവ് ഞാൻ തന്നെയല്ലേ സാർ തെളിവ്. ഞാനൊരു തെളിവല്ല. 317 വേണ്ട സാർ. ഇയാളുടെ പക്കൽ ഇയാൾ മാധവൻ നായരാണെന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവില്ല. അതൊക്കെ ഞാൻ തെളിയിച്ചോളാം. മിസ്റ്റർ റാസ്കൽ, ഇവരൊക്കെ ആരാണെന്ന് പറയും. എന്റെ അളിയൻ അഡ്വക്കേറ്റ് പീതാംബരക്കുറുപ്പ്. അളിയന്റെ ഒരു അളിയന്റെ കൂടെ അതാ കൃഷ്ണൻകുട്ടി നായർ. അതാ കള്ളുകൂടിയ രാമൻകുട്ടി, കെ രാമൻ. പിന്നെ ഇവിടെ ഒരു ഇതൊക്കെ ആർക്കും കളക്ട് ചെയ്യാവുന്ന ഡാറ്റയാണ് സാർ. തെളിവ് വേണം സാർ, തെളിവ്. അത് മാത്രമല്ല, ഇയാൾ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും അയാളുടെ മുഖഭാവം ഞാൻ ശ്രദ്ധിച്ചു. ഇയാൾ തനി കള്ളനും അല്ല, കുള്ളനും അല്ല, കള്ളനും വ്യാജനുമാണ്. 317 ഇനി ഞാൻ പറയുന്നത് പോലെ പറയാം. ഞാൻ മാധവൻ നായരല്ല. പറയടാ 3 വട്ടം. ഞാൻ മാധവൻ നായരല്ല. ഞാൻ മാധവൻ നായരല്ല. 1 ഞാൻ മാധവൻ നായരല്ല. 2 ഞാൻ മാധവൻ നായരല്ല. അപ്പോൾ പിന്നെ താൻ ആരാകുന്നു?
മാധവൻ നായരെ പോലെ രൂപസാദൃശ്യമുള്ള മറ്റൊരു നായർ. അപ്പോൾ 24 മണി നേരം നായർ അല്ലേ? 317. അയാൾ മാധവൻ നായരല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇയാളെ ഉപദ്രവിക്കണ്ട. വേണ്ട അല്ലേ? അപ്പോൾ അറസ്റ്റ് വേണ്ട. ഞങ്ങളിത് അത്ര സീരിയസ് ആയി കാണുന്നില്ല. പക്ഷേ ആർട്ട് സെക്ഷൻസ് ഒക്കെ ചാർജ് ചെയ്യാതെ പെനാൽറ്റി ആയി ഒരു 10,000 രൂപ അറസ്റ്റ് ഒഴിവാക്കിയിരിക്കുന്നു. 317. എന്നെ ഹൈദരാബാദ് പോലീസ് ആക്കല്ലട്ടാ. ഇയാളുടെ പ്രശ്നം ഇങ്ങനെ അവസാനിച്ചത് നമ്മുടെ നാട്ടുകാരുടെ ഭാഗ്യം. നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഇവിടെ നമ്മുടെ പിന്നോട് സാധനം മേടിക്കാൻ പോയേക്കല്ലേ? ആണോ? എത്തി. താനെന്തിനാ ഇവിടെ വന്ന രാമേന്ദ്രൻ? മരിച്ചത് മാധവൻ നായരല്ലേ? പോയി ഒരു പക്കടി. കണ്ട് കണ്ടിരിക്കും ജനങ്ങളെ, കണ്ടില്ല നമിക്കുന്നതും ഭവ. 2-4 ദിനം കൊണ്ടൊരുത്തനെ കണ്ടിൽ കയറ്റി നടത്തുന്നതും ഭവ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും കൊല്ലപ്പലിശ വാങ്ങി ജീവിച്ചവൻ പിച്ചക്കാശിനായി തിണ്ടുന്നത് കണ്ടോ? ഒരു കാര്യം, ഇതൊരു മരണ വീടല്ലേ? എന്താ? അല്ല, ഒരു മരണ വീടല്ലേ? ഇവിടെ ഇങ്ങനെ കൂടി പാട്ടൊക്കെ പാടുണ്ടോ? ആരാ മരിച്ചത്? ആരാണോ? പരമനാരി, തെണ്ടി, ദുഷ്ടൻ, കൊള്ളപ്പലിശ വാങ്ങി പാവപ്പെട്ട ജനങ്ങളെ കണ്ണീർ കടലാക്കിയ ജലപിശാചി. ആയിരങ്ങളെ കണ്ണീര് കുടിപ്പിച്ച് പാവപ്പെട്ട പരാധീനരായ കുടുംബങ്ങളുടെ ചോര ഊറ്റി കുടിച്ച ജന്തു. അത്തരം ഒരു ഈന ജന്തു മരിച്ച ഞങ്ങൾ ആഘോഷിക്കും, കുടിക്കും, പാടും, ഡാൻസും കളിക്കും. രാമ, ഡ്യൂപ്ലിക്കേറ്റ് മാധവൻ നായർക്ക് കൊടുക്കടാ ഒരു പെഗ്. വ്യവസായിയായ നാടകം കളിച്ച് തളർന്നിരിക്കുകയല്ലേ? അതെ. രാജനൊക്കെ ഇപ്പൊ എന്താ ഒരു വില? ചത്തുപോയേ മാളിക വീട്ടിലെ മാധവൻ നായർ ചത്തുപോയേ. ചന്ദ്രേട്ടാ നോക്കി ചത്തുപോയേ മാളിക വീട്ടിലെ മാധവൻ നായർ ചത്തുപോയേ. പണമെല്ലാം കൊന്നായി കൂട്ടി വെച്ചിട്ട് ഉണ്ണാതെ കൊടുക്കാതെ തേച്ചു കുളിക്കാതെ ചത്തുപോയേ. കൂട്ടി വെച്ചിട്ട് എമ്പാടും ചെയ്തിട്ട് ചത്തുപോയേ. ചത്തുപോയേ. മാധവൻ നായര് ചത്തുപോയേ. മാളിക വീട്ടിലെ മാധവൻ നായർ ചത്തുപോയി. അതെ, മാധവൻ നായർ, മാളിക വീട്ടിലെ മാധവൻ നായർ ചത്തുപോയി. പണം എന്ന ആർത്തി കൊണ്ട് ഭ്രാന്ത് പിടിച്ച അയാള് കാട്ടിക്കൂട്ടിയതെല്ലാം നെറികേടായിരുന്നു. എത്ര പാവങ്ങളെ കണ്ണീരാണ് അയാൾ കുടിപ്പിച്ചത്. പണം കടം കൊടുത്ത് പലിശയും കൂട്ടുപലിശയും കൊള്ളപ്പലിശയും വാങ്ങി
കടത്തിന്റെ കര കാണാൻ കടലിൽ മുക്കി എത്ര ജീവിതങ്ങളാണ് ആ മഹാഭാവി തുലച്ചത്. എന്നിട്ട് എന്ത് നേടി? എല്ലാം കാണാനുള്ള ഭാഗ്യമുണ്ട്. സമ്പാദിച്ചതെല്ലാം ആരൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നു. ഒന്നും ബാക്കി വെക്കാതെ. അയാളെ കുറിച്ച് ഒരു വാക്ക്, ഒരു നല്ല വാക്ക് പറയാൻ ആളില്ല. ഒന്നിനും കൊള്ളാം, ആർക്കും ഉപയോഗമില്ലാതെ അങ്ങനെ ഒരാൾ ജീവിച്ചാലെന്താ, മരിച്ചാലെന്താ? അയാൾ ചത്തു. മാധവൻ നായർ ചത്തു. കൊന്നതാ, അയാളെ കൊന്നതാ. ഞാൻ മാധവൻ നായരെ കൊന്നു. തകർപ്പൻ പര്യവസാനം. ഞങ്ങൾ കളിച്ച ഈ നാടകത്തിന്റെ ക്ലൈമാക്സിനെ കുറിച്ച് മാത്രമേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അതിപ്പോ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഗംഭീരമായിരിക്കുന്നു. മാധവേട്ടൻ ഞങ്ങളോട് പൊറുക്കണം. ഇത് മാധവൻ അയാളെ ചത്തു. എനിക്ക് മാപ്പ് തരൂ മാധവേട്ട. എല്ലാം മാധവേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. നിന്റെ കെട്ടോ ചത്തുപോയി. ഇല്ല, ആരും ചത്തിട്ടില്ല. എന്റെ അളിയനൊന്നും മാറി, വല്ലാത്തൊരു മാറ്റം. ഇത് പഴയ മാധവേട്ടനല്ല. ഇതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ നാടകം കളിച്ചത്. മാധവേട്ട, ഇത് മാധവേട്ടന്റെ രണ്ടാം ജന്മമാണ്. രണ്ടാം ജന്മം. എനിക്കൊരു രണ്ടാം ജന്മം ഉണ്ടാകണമെങ്കിൽ, നിങ്ങൾ കളിച്ച നാടകം ശുഭപര്യവസായി ആകണമെങ്കിൽ ഒരു കാര്യം, ഞാനിപ്പോ വരും. ഇതാ എന്റെ കണക്ക് പുസ്തകം. ഞാൻ നടത്തിയ ഇടപാടുകളുടെ, എന്റെ സമ്പാദ്യത്തിന്റെ, ഞാൻ വാങ്ങിച്ച കൊള്ളപ്പലിശയുടെ കണക്കുകൾ എല്ലാം ഈ പുസ്തകത്തിലുണ്ട്. പാവപ്പെട്ട ഇടപാടുകാരുടെ കണ്ണീർ കുതിർത്ത കണക്കുകൾ. പണമുണ്ടാക്കുക എന്ന ആർത്തി കൊണ്ട് ഭ്രാന്ത് പിടിച്ച എന്നെ പോലുള്ളവർ തലയ്ക്ക് വെച്ച് ഉറങ്ങുന്നതും കണി കണ്ടുണരുന്നതും ഈ പുസ്തകം വെച്ചിട്ടാണ്. ഇത് കണ്ണീര് മാത്രമുള്ള പുസ്തകമാണ്. ഇത് കൂട്ടിയെ കിഴിച്ചും നേടിയത് ശാപം മാത്രമാണ്. ഇത് നശിക്കണം, ഇത് നശിക്കണം, ഇത് നശിക്കണം, ഇത് നശിക്കണം, ഇത് നശിക്കണം, ഇത് നശിക്കണം. സുഹൃത്തുക്കളെ, ഒരു വൈകുന്നേരം വളരെ നിങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിഞ്ഞു എന്ന് ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു. അല്ലേ? നിങ്ങളുടെ ഒരു കൈയോടുകൂടി ഞങ്ങൾ അടുത്ത ഇതിലേക്ക് പോകാൻ തോന്നുന്നു. താങ്ക് യു. ഞങ്ങൾ ടീം ആർട്സും കലാവിഭാഗവും കൂടി സംയുക്തമായി അവതരിപ്പിച്ച രണ്ടാം ജന്മം എന്ന നാടകം ഇത് രണ്ടാമത്തെ വേദിയാണ്. ആദ്യത്തെ വേദി 10-ാം തീയതി ആശാൻ മെമ്മോറിയലിൽ നടന്നു. ഇന്ന് രണ്ടാമത്തെ അവതരണമാണ്. ഞങ്ങളുടെ അണിയറയിലും വേദിയിലും ഉണ്ടായിട്ടുള്ള എല്ലാവരെയും പരിചയപ്പെടുത്താം. അവർക്ക്
അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായിട്ട് അവർക്കൊരു മൊമെൻറ്റോ എന്നുള്ള രീതിയിൽ നമ്മുടെ കേരള സമാജത്തിൻ്റെ വക അവരെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി കേരള സമാജത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കുണ്ട്. അതിന് നമ്മുടെ സമാജത്തിൻ്റെ സീനിയറായിട്ടുള്ള പ്രവർത്തകർ, മദുരാശി കേരള സമാജത്തിൻ്റെ പ്രസിഡൻറ്റ് PKN പണിക്കർ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെയൊക്കെ വളരെ വളരെ സീനിയറായിട്ടുള്ള ഒരു നാടക പ്രവർത്തകൻ കൂടിയുണ്ട്. ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ ഉണ്ണിയേട്ടൻ വള്ളത്തോൾ ഉണ്ണികൃഷ്ണൻ വേദിയിലേക്ക് വരണം. ഒന്ന് ഗൈഡ് ചെയ്യും. ആദ്യമായിട്ട് നമ്മുടെ അണിയറയിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഈ രണ്ടാം ജന്മം എന്ന നാടകത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ശ്രീ PK സജിത്ത്, അദ്ദേഹത്തിന് ഉപഹാരം നൽകുവാൻ നമ്മുടെ സമാജം പ്രസിഡൻറ്റ് PKN പണിക്കർ സാർ. ശ്രീ PK സജിത്ത്. നമ്മുടെ ഈ നാടകത്തിന് സംഗീതം നൽകിയ GR അശ്വിൻ. GR അശ്വിൻ AR റഹ്മാൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഗീതം പഠിക്കുകയും സൗണ്ട് എഞ്ചിനീയറും കൂടിയാണ്. അടുത്ത് ശ്രീ ഷനിൽ കളരിക്കൽ. ഷനിൽ കളരിക്കൽ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ശ്രീ P പ്രകാശ്. പ്രകാശ് മേലെ വരൂ, ക്യാമറയോടെ വെച്ചോളൂ, പെട്ടെന്ന് പെട്ടെന്ന്. കൊടുപ്പിക്കാം. പ്രകാശിന് ഉപഹാരം അർപ്പിക്കാൻ നമ്മുടെ സമാജം സെക്രട്ടറി ബാലേട്ടനോട് അഭ്യർത്ഥിക്കുന്നു. അടുത്തത് ഈ നാടകത്തിൽ വളരെ ചെറിയതാണെങ്കിലും വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച ശ്രീമതി പ്രീത പ്രസാദ്. അവർക്ക് ഉപഹാരം നൽകുവാൻ സമാജം സെക്രട്ടറി ബാലേട്ടനോട്. താങ്ക് യു. അടുത്തത് ശ്രീമതി ശൈലാദാസ്. എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ശൈലാദാസിന് ഉപഹാരം നൽകുവാൻ നമ്മുടെ പ്രിയപ്പെട്ട വള്ളത്തോൾ ഉണ്ണികൃഷ്ണൻ. അടുത്തത് ശ്രീമതി പ്രിയ അനൂപ്. ശ്രീമതി പ്രിയ അനൂപിന് വള്ളത്തോൾ ഉണ്ണിയേട്ടനോട് ഉപഹാരം നൽകാൻ. പ്രിയ അനൂപ്. അടുത്തത് KR സൂരജ്, നമ്മുടെ പ്രിയപ്പെട്ട രാജീവിൻ്റെ മകനും കൂടിയാണ്. വളരെ പ്രതീക്ഷയുള്ള ഞങ്ങളുടെ നടനാണ്. ശ്രീ സൂരജിന് അനന്തേട്ടനോട്, നമ്മുടെ സമാജത്തിൻ്റെ അനന്തേട്ടൻ ഉപഹാരം നൽകുന്നതായിരിക്കും. റോഹൻ വർഗീസ് വിക്കുള്ളവനായി അഭിനയിച്ച ആളാണ്. ശ്രീ റോഹൻ വർഗീസിന് അനന്തേട്ടൻ ഉപഹാരം നൽകുന്നു. അടുത്ത് നവീൻ കെ. നവീൻ കെക്ക് നമ്മുടെ സമാജം കറസ്പോണ്ടന്റ് ചന്ദ്രശേഖരൻ നായർ ഉപഹാരം നൽകുന്നു. അടുത്തത് T ബാബുരാജ്.
ടീം ആർട്സിൻ്റെ ആദ്യകാലം മുതലുള്ള ശക്തനായ പ്രവർത്തകനാണ് ടി ബാബുരാജിന് സമാജം കറസ്പോണ്ടൻറ്റ് ചന്ദ്രശേഖരൻ നായർ ഉപഹാരം നൽകുന്നു. സജി കുട്ടനാട്, ശ്രീ സജി കുട്ടനാട് ഒരു ഗായകനും കൂടിയാണ്. വളരെ ദൂരത്തു നിന്നും കഷ്ടപ്പെട്ട് ഈ നാടകത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളും കൂടിയാണ് സജി കുട്ടനാട്. സജി കുട്ടനാടിന് ആനന്ദേട്ടൻ ഉപഹാരം നൽകുന്നു. അടുത്ത് ടി കെ വിജയകുമാറിന് സമാജം പ്രസിഡന്റ് PKN പണിക്കർ ഉപഹാരം നൽകുന്നു. ഈ നാടകത്തിൽ അഭിനയിക്കാൻ ഒരേ ഒരു കണ്ടീഷനേ പറഞ്ഞുള്ളൂ, എനിക്കൊരു ഡയലോഗും തരരുതെന്ന്. എന്നിട്ട് കഷ്ടപ്പെട്ട് ഒരൊറ്റ ഡയലോഗ് മാത്രം പറഞ്ഞിട്ടുള്ള ആളാണ്. അശ്വിൻ ജയപ്രകാശൻ, KK രാമൻ, കള്ളുകുടിയൻ രാമൻ. അശ്വിൻ ജയപ്രകാശന് സമാജം സെക്രട്ടറി ബാലേട്ടൻ. ഒന്നും കൂടി ആ കള്ളുകുടിക്ക് ഒന്നും കൂടെ കൈ കൊടുക്കണം. MN ബിനുകുമാർ സാധാരണ ഞങ്ങളുടെ സംഗീതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്രാവശ്യം ഞങ്ങളുടെ അരങ്ങിലേക്ക് കയറി ബിനുകുമാറിന് വള്ളത്തോൾ ഉണ്ണിയേട്ടൻ സമ്മാനം കൊടുക്കുന്നു. ശ്രീ KR രാജഗോപാലിന് സമാജം അനന്തേട്ടൻ കൊടുത്തു. ഷാജി തൈക്കൂടൻ, രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അഭിനയിച്ച ഷാജി തൈക്കൂടന് സമാജം കറസ്പോണ്ടൻറ്റ് ചന്ദ്രശേഖരൻ നായർ ഉപഹാരം നൽകുന്നു. താങ്ക് യു. അടുത്തത് നമ്മുടെ സമാജം കലാവിഭാഗം സെക്രട്ടറി കൂടിയായ സനൽ ആലപ്പി, നമ്മുടെയൊക്കെ സീനിയറാണ്. ഈ കേരള സമാജം പൂർവ്വ വിദ്യാർത്ഥിയാണ്, കലാവിഭാഗം സെക്രട്ടറിയാണ്. കൃഷ്ണൻകുട്ടിയായിട്ട് തിളങ്ങിയ സനൽ ആലപ്പിക്ക് നമ്മുടെ സമാജം പ്രസിഡന്റ് ഉപഹാരം നൽകുന്നു. താങ്ക് യു. അടുത്തത് വേറൊരു പൂർവ്വ വിദ്യാർത്ഥിയാണ് KK രാജീവ്. നിങ്ങൾക്ക് പലർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ കലാവിഭാഗം അംഗമാണ്, ചൂളിമേട് സമാജത്തിൻ്റെ സെക്രട്ടറിയും കൂടിയാണ്, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകനും കൂടിയാണ് KK രാജീവ്. അടുത്ത് ടീം ആർട്സിൻ്റെ സെക്രട്ടറി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ മുൻ പ്രസിഡന്റ് KPA ലത്തീഫിന് സമാജം സെക്രട്ടറി വള്ളത്തോൾ ഉണ്ണിയേട്ടൻ. വളരെ ശരിയായിട്ടുള്ള ഒരു ഇതും. അടുത്തത് ഈ നാടകത്തിൻ്റെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച മാധവൻ നായർ എന്ന കഥാപാത്രം അവതരിപ്പിച്ച നമ്മുടെയൊക്കെ ഈ ടീം ആർട്സിൻ്റെ ചെയർമാനും ഞങ്ങളുടെ ടീം ആർട്സിൻ്റെ അതിൻ്റെ പില്ലറും കൂടിയായ ശ്രീ ഡോക്ടർ AV അനൂപ്, അദ്ദേഹത്തിന് സമാജം പ്രസിഡന്റ് ഉപഹാരം നൽകുന്നതാണ്. താങ്ക് യു. ഇനി ഒരാളും കൂടി ബാക്കിയുണ്ട്. ഒരാൾ ഞാൻ പരിചയപ്പെടുത്താം. അത് ഞാൻ തന്നെ, ഉദയകുമാർ. ഈ നാടകം ടീം ആർട്സിന് വേണ്ടി സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതിൽ എൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാനിതിനെ കാണുന്നു. ഇനിയും ഒരുപാട് നല്ല നാടകങ്ങൾ ചെയ്യണമെന്നുണ്ട്. ചെയ്യും തീർച്ചയായിട്ടും. എല്ലാവരും ഇത്രയും നേരം ഇതിനുവേണ്ടി ക്ഷമയോടുകൂടി ഞങ്ങളുടെ നാടകം കാണാനും ഞങ്ങളെ ഈ ഉപഹാരം അർപ്പിക്കുന്നത് കാണാനും ഇവിടെ ഇരുന്നതിന് എല്ലാവർക്കും നന്ദി. വീണ്ടും നമുക്ക് കാണാം ഒരു നാടകത്തോടുകൂടി. താങ്ക് യു.